ഹലോ മക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിലേക്ക് സ്വാഗതം. നിങ്ങളെ ആദ്യമായിട്ട് പ്ലസ് വണ്ണിലേക്ക് ഒരുപക്ഷെ സ്വാഗതം ചെയ്യുന്നത് ഞാനായിരിക്കും. എന്തായിരുന്നാലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. എൻ്റെ പേര് സൽസബി. നിങ്ങളുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലസ് ടുവിൽ കൊമേഴ്സ്, അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ കൊമേഴ്സ്, ഈ പറഞ്ഞ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അധ്യാപകനായിട്ടുള്ള എജുപോർട്ടിൻ്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. വേറെ ഒറ്റ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. ആ കാര്യം വേറെ ഒന്നുമല്ല, ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിൽ 10ാം ക്ലാസ് വരെയുള്ള നിങ്ങളെടുത്തിരുന്ന എഫേർട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രാത്രി പകലുകളാക്കി പഠിച്ചവരുണ്ടാവും. അതായത് എത്ര നേരം വേണമെങ്കിൽ ലൈവ് ക്ലാസ് കണ്ട് പഠിച്ചവരാവാം. ഒന്നുമല്ലെങ്കിലും 2026 SSLC പാസ് ഔട്ടായിട്ട് പുറത്ത് വന്നിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ അവസരം തുറന്നു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്ലസ് വൺ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി വിഭാഗം അല്ലേ. നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന പുതിയ സ്കൂളായിരിക്കാം, നമ്മൾ ഇതുവരെ പഠിച്ച സ്കൂളാവില്ല, പുതിയ പഞ്ചായത്തായിരിക്കാം, പുതിയ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ചുറ്റും മുഴുവൻ പുതിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ് നമ്മുടെ പ്ലസ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ 2026 SSLC പരീക്ഷ കഴിഞ്ഞിറങ്ങി നിങ്ങളുടെ മുമ്പിലേക്കുള്ള വലിയൊരു അവസരമാണ് പ്ലസ് വൺ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ പറയുന്ന 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ കുട്ടികൾ മാത്രമായിരുന്നു കണ്ടിരുന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഇനി മുതൽ നിങ്ങളെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സർക്കിളിൽ പെടുത്തിയിട്ട് കാണാൻ പോവുക. ഓക്കെ, നിങ്ങൾ പ്ലസ് വൺ കഴിഞ്ഞ് ഈ പറഞ്ഞ പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടീച്ചേഴ്സ് നിങ്ങളോട് എത്ര വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത്. അതിന് പുറമേ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഓപ്പൺ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കാം. എങ്ങനെയായിരുന്നാലും ഞാൻ പറയുന്ന കാര്യത്തിലുള്ളൂ, നിങ്ങൾക്ക് ആബ്സല്യൂട്ട്ലി എന്താണ് ഈ പറയുന്ന പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ഒരു സിസ്റ്റം കൊണ്ട് ഇവിടെ കാര്യമില്ല, 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന സ്റ്റൈൽ കൊണ്ട് ഇവിടെ കാര്യമില്ല, 10ാം ക്ലാസ് വരെ നമ്മൾ പഠിക്കാൻ വേണ്ടി എടുത്തിരുന്ന എഫേർട്ട് കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ചേർത്ത കാര്യത്തിലേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് എ ന്യൂ വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ന്യൂ വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചു പോകുന്ന സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചു പോകുന്ന രീതികളോ ഒന്നുമല്ല നമുക്ക് ഇവിടെ വേണ്ടത്. നമുക്ക് ആബ്സല്യൂട്ട്ലി ഇവിടെ പുതിയ കാര്യങ്ങളാണുള്ളത്. അപ്പോൾ പുതിയ കാര്യങ്ങളുമായിട്ട് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എല്ലാ കാര്യങ്ങളും പുതിയതാണ്. അപ്പോൾ ഈ പുതിയ കാര്യങ്ങളായിട്ടുള്ള പ്ലസ് വണ്ണിലെ ലോകത്തേക്ക് നിങ്ങൾ എത്തുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, ഈ വർഷം 2026 SSLC പരീക്ഷ പാസ് ഔട്ട് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ എന്തായിരിക്കാം ഫുൾ A+ സ്കോർ ചെയ്തിട്ട്, ഓക്കെ, ഫുൾ A+ സ്കോർ ചെയ്തിട്ട് എന്താവാം ഈ പറഞ്ഞ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ എടുത്ത് പഠിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ താഴത്തേക്കുള്ള ഏത് ഗ്രേഡും ആയിക്കോട്ടെ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കാം, ഒന്നുകിൽ നിങ്ങൾ കൊമേഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കാനോ. എന്താണ് ഈ രണ്ട് ഓപ്ഷൻ്റെ പ്രത്യേകത? സയൻസ് അല്ലാത്ത ബാക്കിയുള്ള ഓപ്ഷൻസ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ അതൊക്കെ പണ്ടത്തെ സ്റ്റൈലായിരുന്നു. പണ്ട് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞു സയൻസ് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്കുള്ള ഓപ്ഷനാണ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്ന്. ആബ്സല്യൂട്ട്ലി അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്താണ്, അവരുടെ വിവരം അവരുടെ അറിവൊക്കെ വെച്ചിട്ട് അവർക്ക് അത് പറയാനേ കഴിയുള്ളൂ. എന്നാൽ അത് അങ്ങനെയല്ല എന്നും അതിലേക്ക് ഒരുപാട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്, കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് ഒരുപാട് പേർക്ക് അറിയാം. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിവ് എന്ന് വരുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ എന്ത് ചെയ്യുന്നത് നിങ്ങൾ കൊമേഴ്സ് എടുത്തിട്ടുണ്ടാവുക. അതിൽ വരുന്ന സബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഹ്യൂമാനിറ്റീസിൽ വരുന്ന സബ്ജക്റ്റിനെ കുറിച്ചോ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ പ്ലസ് വൺ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ എന്തല്ല, നിങ്ങൾ സയൻസ് അല്ല പ്രിഫർ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെപ്പോലുള്ള സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, അതുപോലെ തന്നെ മറ്റ് ഓപ്ഷനിലേക്ക് പോവാം, മറ്റ് ഫീൽഡിലേക്ക് പോവാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മറ്റേത് മേഖലയ്ക്ക് നമുക്ക് പോകാം, നേഴ്സൊക്കെ ആവാമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, നമ്മൾ ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും അതിൻ്റെ കരിയർ എന്ന് പറയുന്നത് ആരുണ്ടാക്കുന്നത്? നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ചു, സയൻസ് എടുത്ത് പഠിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾ വിചാരിക്കുക ഫുൾ മാർക്ക് 1200 മാർക്കുള്ള പ്ലസ് ടുവിൽ 1200 മാർക്ക് വാങ്ങി പാസ്സായി. പക്ഷെ അയാൾ എന്തെയില്ല, അയാളുടെ കരിയറൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല. ആർക്ക് പോയി? അയാൾക്ക് മാത്രം പോയി. നേരെ മറിച്ച് നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിച്ച് നിങ്ങളുടെ കരിയർ തന്നെ ഈ പറയുന്ന പ്ലസ് വൺ പ്ലസ് ടു വെച്ചിട്ട് സെറ്റാക്കി എടുത്താൽ മക്കളെ ഞാൻ ഒരു ഉറപ്പ് തരാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് പ്രായം ഒരു 16 വയസ്സ് കൂട്ടിക്കോ, നിങ്ങളുടെ ലൈഫിൽ ഒരു 7 വർഷം, ഓക്കെ, ഞാൻ മാക്സിമം ഉണ്ട് പറഞ്ഞത്, നിങ്ങളുടെ ലൈഫിൽ ഒരു 7 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു കരിയർ സെറ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ പ്രായത്തിൻ്റെ നിങ്ങൾക്കൊരു 23ാമത്തെ വയസ്സ്, ഓക്കെ, നിങ്ങളുടെ ഒരു 23 വയസ്സ് പ്രായമാകുമ്പോഴേക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷന് നിങ്ങൾക്ക് വളരെ വലിയൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ പ്ലസ് വൺ തൊട്ട് നിങ്ങൾ പഠിക്കാൻ വൃത്തിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും നിങ്ങൾ ഏതെടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരാനുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന SSLC 2026 പരീക്ഷ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരുന്ന എഫേർട്ട് ഉണ്ട് അല്ലേ, നിങ്ങൾ കൊടുത്തിരുന്ന നിങ്ങളുടെ എഫേർട്ട് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ 100% സമർപ്പിച്ച ഒരു സമയമുണ്ട്. ആ 100% എഫേർട്ട് കൊടുത്തില്ല നേരെ തിരിച്ചിട്ട് കൊടുത്തില്ല. ഇവിടെ എന്താണ് ഒരുപാട് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആഘോഷിക്കാനൊക്കെ ഉള്ള ഒരുപാട് വലിയ ഓപ്ഷൻ ഉള്ളതാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്ലസ് വൺ എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ പുതിയ സ്കൂളിലേക്ക് പുതിയ കൂട്ടുകാരുമായിട്ട് പുതിയ ക്ലാസ്സിൽ പുതിയ ബെഞ്ചിൽ എല്ലാം പുതിയതായിട്ട് വരുന്ന നിങ്ങൾ
നിങ്ങളുടെ പഴയ സ്വഭാവം കൊണ്ടുവരരുത്. എന്ത് പരീക്ഷയുടെ തലേന്ന് മാത്രം പഠിക്കാൻ പറ്റും. ആ പഴയ സ്വഭാവം നമ്മൾ കളഞ്ഞിട്ട് തരിക. കാരണം എന്ന് പറയുന്നത് ഇവിടെ കുറച്ചുണ്ട്. നിങ്ങൾ പഴയ പോലെ വിചാരിച്ചു പോയിരുന്നില്ല. 10ാം ക്ലാസ്സിൽ 10 വിഷയം പരീക്ഷ എഴുതി വന്ന് നിങ്ങൾക്ക് പ്ലസ് 1 ആകെ എത്ര വിഷയം പഠിച്ചാൽ മതി? 6 വിഷയം പഠിച്ചാൽ മതി. വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? യെസ്, 6 വിഷയം പഠിച്ചാൽ മതി. ആകെ 6 വിഷയം പഠിക്കാനുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അത്ര എഫേർട്ടൊന്നും എടുക്കണ്ട. ആ ഒരു മൈൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഈ 6 വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നോക്കട്ടോ. നിങ്ങൾക്ക് അതിൽ 2 ലാംഗ്വേജുകൾ പഠിക്കാനുണ്ടാവും. 2 ലാംഗ്വേജുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് എന്തായാലും ഇംഗ്ലീഷ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്, അറബിക് ഉണ്ട്, ഉറുദു ഉണ്ട്, സംസ്കൃതം ഉണ്ട്. ഇങ്ങനെ ഏത് ലാംഗ്വേജ് നിങ്ങൾക്ക് ഓപ്ഷൻ. അപ്പോൾ 2 ലാംഗ്വേജ്. ഈ 2 ലാംഗ്വേജിന് നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് പ്ലസ് 1 80 മാർക്ക് ചെയ്താൽ, അപ്പോൾ 80 160 മാർക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 ലാംഗ്വേജസ് പഠിക്കാനുണ്ടാവും. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങൾ വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ കോർ സബ്ജക്റ്റാണ്. 3 കോർ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും പ്ലസ് 1 നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊമേഴ്സ് ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നിർബന്ധമായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഏത് സ്കൂളിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് സ്കൂളിൽ നമ്മുടെ കേരളത്തിലെ സിലബസ് വെച്ച് പഠിക്കാൻ നിങ്ങൾ പഠിക്കേണ്ട 3 സബ്ജക്റ്റുകളുണ്ടാവും, കോർ സബ്ജക്റ്റുകളുണ്ടാവും. അത് ഓരോന്നനുസരിച്ച് മാറാണ്ട് കൊമേഴ്സിന് വരുന്നതല്ല ഹ്യൂമാനിറ്റീസിന് വരുന്നത്, ഹ്യൂമാനിറ്റീസിന് വരുന്നതല്ല കൊമേഴ്സിന് വരുന്നത്. പക്ഷേ 2ലും കോമൺ ആയിട്ട് വരുന്ന ഒരാളുള്ളൂ. അതാര് മാത്രമാണ്? അത് നമ്മുടെ എക്കണോമിക്സ് മാത്രം കേട്ടോ. 2ലും കോമൺ ആയിട്ട് വരുന്ന, എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ് ഇല്ലാത്തൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല, കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസ് ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ എക്കണോമിക്സ് 2ലും വരും. ഇനി ഒരു ഓപ്ഷനിൽ ഞാൻ ചേർത്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്കൂളുകളിലും എന്ത് ചെയ്യും, ഇതിനനുസരിച്ച് മാറ്റം വരും. പല സ്കൂളുകളിലും സബ്ജക്റ്റുകൾ മാറ്റം വരാറുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോട്ടോ. അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കൊമേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ഈ പറയുന്ന നമ്മുടെ കൊമേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾ പ്ലസ് 1 കൊമേഴ്സ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുണ്ടാവുന്ന സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി ആയിരിക്കും. അക്കൗണ്ടൻസി കൊമേഴ്സിൽ നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കേണ്ട പേപ്പറാണ്. അപ്പോൾ അതൊരു കോർ സബ്ജക്റ്റാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസ് ആണ്. ഇതെന്താ ബിസിനസ് സ്റ്റഡീസ് ആണ്? നമ്മളൊരു ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ എത്തിക്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊരു ഭാവിയിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന വലിയ വ്യക്തികളായിട്ട് മാറുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റഡീസ് പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ ആളെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ആരുമല്ല, ആരാണ്? എക്കണോമിക്സ് പറയുന്ന നമ്മുടെ സബ്ജക്റ്റാണല്ലേ. അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് പഠിച്ചാലും നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു സബ്ജക്റ്റ് എക്കണോമിക്സ് ആണ്. ലാംഗ്വേജ് കഴിഞ്ഞാൽ കേട്ടോ, ലാംഗ്വേജ് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റ് എക്കണോമിക്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കാൻ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കുറച്ച് ചോയ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അഥവാ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സാധാരണ കിട്ടുന്ന ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള 4 അതിൽ ഏറ്റവും ആദ്യം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സിൽ എന്ത് ചെയ്യാം, ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപക്ഷെ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ മീൻ മീഡിയൻ മോഡ് അഥവാ മധ്യമ മാഹിതം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ വരെ പഠിച്ചിരുന്ന ഐടിയും അതുപോലെ ലിനക്സ് കാര്യങ്ങളൊന്നുമല്ല, കുറച്ചുകൂടി ലെവൽ കൂടിയ കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമതായിട്ട് പൊളിറ്റിക്കൽ സയൻസ് ആണ്. സാധാരണ ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനൊക്കെ ഈ ഒരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ മാത്തമാറ്റിക്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു കൊമേഴ്സ് ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്സ് കൊമേഴ്സ് ആണ്. ഞാനും പറയുന്നു പേഴ്സണലായിട്ട്, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മാത്സ് കൊമേഴ്സ് പഠിച്ചാൽ അത്രയും ബെറ്റർ ആയിട്ടുള്ള ചോയ്സാണ്. മറ്റുള്ളതിന് ബെറ്റർ അല്ല എന്നല്ല പറഞ്ഞത്, ഒന്നുകൂടി ഇപ്പോൾ അഡ്വാൻറ്റേജ് ആയിട്ട് CUTക്കൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളതാണ് മാത്സ് കൊമേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ കൊമേഴ്സിലെ പ്ലസ് 1 സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക 1, 2, 3 ആൻഡ് ഇവിടുന്ന് ഒരു സബ്ജക്റ്റ് കൂടി, അപ്പോൾ 3, 4 ആയല്ലോ. അപ്പോൾ 4 സബ്ജക്റ്റുകൾ ഉണ്ടാവും, പിന്നെ 2 ലാംഗ്വേജുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പ്ലസ് 1 സിസ്റ്റം ഉണ്ടാവുക. ഇനി അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ പ്ലസ് 1 ഇനി ഞങ്ങൾക്ക് എന്നാ ക്ലാസ് തുടങ്ങുന്നത്? വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വർഷം 2025 ജൂൺ 18 നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്ലസ് 1 ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, പ്ലസ് 1 എന്ന ക്ലാസ് തുടങ്ങി 2018 ജൂണിലാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വെക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏപ്രിലുണ്ട് അല്ലേ, ഏപ്രിലുണ്ട്. ആ മാസം തന്നെ റിസൾട്ട് വരും. പിന്നെ ഒരു മെയ് മാസമുണ്ട്. ആ മെയ് മാസത്തിന് എന്ത് ചെയ്യും, റിസൾട്ട് വന്ന ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് കാര്യങ്ങളുള്ള പ്രോസസ്സൊക്കെ തുടങ്ങും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ചാനൽ കിട്ടുമ്പോൾ ഒരു കുഴപ്പമില്ല, കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഏപ്രിൽ മാസം കഴിഞ്ഞു, മെയ് മാസം കഴിഞ്ഞ് വീണ്ടും ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങളുടെ അക്കാഡമിക് ലൈഫ് അവസാനിക്കുന്നില്ല. നിങ്ങൾ വീണ്ടും സ്റ്റുഡൻ്റായിട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ 2025 കഴിഞ്ഞതുപോലെ തന്നെ 2026 ജൂണിലാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്ലസ് 1 നിങ്ങൾ ചെല്ലും. അപ്പോൾ 2026 ജൂൺ പ്ലസ് 1 ചെല്ലുന്ന നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന ഇത്രയും സബ്ജക്റ്റാണ്. ഇതിലൊരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഇന്ന കാര്യത്തെക്കുറിച്ചൊക്കെ എനിക്കറിയാം, സാറ് പറഞ്ഞ ഈ സബ്ജക്റ്റിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഒരു 99% ആളുകൾക്കും
ഞാൻ ഈ പറഞ്ഞ പുതിയ സബ്ജക്റ്റുകൾ ഇതെല്ലാം പുതിയതായിരിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവുന്നല്ലാതെ ഇതെന്താണോ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. 99% പറയാൻ കാരണം 1% ആൾക്കാർ ഒരു പക്ഷേ എന്തായിരിക്കാം അവർ +1 പഠിക്കുന്ന കുട്ടികൾക്ക് സ്ക്രൈബ് എഴുതി കൊടുത്തവരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ 1% പറഞ്ഞത്. അവർ വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന +1 നിങ്ങൾ പഠിച്ചു തുടങ്ങി, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ നമുക്കൊരു പ്രത്യേകത എന്തറിയോ, ജൂണിൽ നമ്മുടെ ക്ലാസ് തുടങ്ങും. അതുപോലെ ജൂൺ ജൂലൈ, ഓക്കെ, ഈ പറയുന്ന ജൂലൈയിൽ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് കാരണം കുറേ പേര് എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്കൂളുകൾ ഒരുപാട് മാറ്റങ്ങൾ കൊടുത്ത് ഓപ്ഷനൊക്കെ മാറിയിട്ട് അങ്ങനെ പോകും. അതിനുശേഷം ഓഗസ്റ്റിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് സ്കൂളിൽ പഠനം ശരിക്കും തുടങ്ങുന്നുണ്ടാവും. സ്കൂളിൽ ഇങ്ങനെ പഠനം തുടങ്ങുന്നുണ്ടാവുക. അതിനുശേഷം ഓഗസ്റ്റ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഓണം എക്സാം ഉണ്ടാവും. ഓണം എക്സാം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സെപ്റ്റംബറിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, സെപ്റ്റംബറിൽ ഈ പറഞ്ഞ സ്കൂള് തുറക്കും, പിന്നെയും തുറക്കും. അതുപോലെ തന്നെ ഒക്ടോബർ ഉണ്ടാവും, അവിടെ സ്പോർട്സും ആർട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നവംബർ വരും. നവംബർ കഴിഞ്ഞ് പിന്നെ ഡിസംബർ ഉണ്ടാവും, അല്ലേ? ഈ ഡിസംബറിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ ക്രിസ്മസിൻ്റെ എക്സാം വരും. ഓക്കെ, അപ്പോൾ ക്രിസ്മസിൻ്റെ എക്സാം ആയല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ പഠിക്കാൻ ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്. ആൻഡ് ഫെബ്രുവരി തന്നെ നിങ്ങൾക്ക് ആര് വരും, മോഡൽ എക്സാം വരും. 10ാം ക്ലാസ്സിൽ എഴുതിയ പോലെ തന്നെ മോഡൽ എക്സാം ഇവിടെ ഉണ്ടാവും. ആൻഡ് അവസാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മാർച്ച് 2027 നിങ്ങൾക്ക് എന്തായിരിക്കും പബ്ലിക് എക്സാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും 1, 2, 3, 4 എക്സാമാണ് +1 എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത്. ഇതിൻ്റെ പുറമെ യൂണിറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പരീക്ഷകൾക്ക് കാര്യങ്ങൾക്ക് കുറവുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ പഠനത്തിൻ്റെ നിലവാരം താഴേക്ക് പോകും. അത് ഞാൻ നിങ്ങൾക്ക് ഷുവറായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അതായത് SSLC വരെ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, +1 ഓക്കെ, +1 എത്തിക്കഴിഞ്ഞ് നിങ്ങളുടെ പഠനം തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങളുടെ ഗ്രാഫ് എന്താ പറയുക, നമ്മൾ +1 ഈ പറയുന്ന 10ാം ക്ലാസ് വരെ നമ്മൾ മുകളിലേക്ക് പോയി നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യും, നേരെ തിരിച്ച് താഴത്തേക്ക് വരാൻ തുടങ്ങും. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഇതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് വീക്ക് നടക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം എന്താ, എന്തുകൊണ്ടത് സംഭവിക്കുന്നത് വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന +1 എന്താ സംഭവത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ശരിക്കില്ല. ആക്ച്വലി എന്താണ് +1 എന്നോ എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം എന്ത് ചെയ്യണം, നമുക്ക് പരിഹരിക്കാം. അതിന് കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയ ഏതാണ്, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ നമ്മൾ തിരിച്ചറിയാം, അല്ലേ? ഇത് നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് സമയം എടുക്കും. ആ സമയം എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അപ്പോഴേക്കും നമ്മുടെ മാർക്കിൻ്റെ പരീക്ഷ. ഓക്കെ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, +1 ഒന്നും ചെയ്യാൻ പറ്റില്ല. 80 മാർക്കിൻ്റെ എക്കണോമിക്സിൻ്റെ പരീക്ഷ നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് 24 മാർക്ക് വന്നിട്ട് പാസ്സാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന +1 അതുപോലെ തന്നെ +2 2 വർഷം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ കിട്ടാൻ പോകുന്ന മാർക്ക് 1200 മാർക്കാണ്. ഈ 1200 മാർക്ക് 1200 വാങ്ങുന്ന കുട്ടികൾ വളരെ കുറവാണ്. ഒരു കേരളത്തിൽ മൊത്തം 4 ലക്ഷം 4.5 ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതുമ്പോൾ ഒരു 40 കുട്ടികളും താഴെ, സാധാരണ ഒരു 25 കുട്ടികളൊക്കെ എന്ത് ചെയ്യാറില്ല, ഈ 1200 മാർക്ക് വാങ്ങാറില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ പറയുന്ന നിങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, SSLC പഠിക്കുന്ന സമയത്ത് +A, നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടോ, +A എന്ന് പറയുമ്പോൾ എന്താണ്, 10 വിഷയങ്ങൾക്കാണ്, അല്ലേ? 10 വിഷയങ്ങൾക്ക് +A വാങ്ങിയ ആൾക്കാരുണ്ടാവും. ഈ പറയുന്ന ആൾക്കാർ +1 എത്തിക്കഴിഞ്ഞു. +1 എത്തുമ്പം +A നിങ്ങൾ എത്ര എണ്ണം വാങ്ങിയാൽ മതി, ആകെ നിങ്ങൾ വാങ്ങേണ്ടത് 6 സബ്ജക്റ്റാണ്. എന്താണ്, 6 സബ്ജക്റ്റ് വാങ്ങേണ്ടതുള്ളൂ. എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ SSLCക്ക് 50,000 കുട്ടികളാണ് A+ വാങ്ങിയതെന്ന് വിചാരിക്കാം. ഓക്കെ, 50,000 കുട്ടികളാണ് വാങ്ങിയതെന്ന് വിചാരിക്കാം. എന്നാൽ +1 എത്തുമ്പോഴത്തേക്കും അതിൻ്റെ 10-1 ഒരു ഏകദേശം 5,000 കുട്ടികളായിട്ട് ഇത് ചുരുങ്ങി. ഓക്കെ, ഈ 5,000 കുട്ടികളായിട്ട് ചുരുങ്ങി. എൻ്റെ ചോദ്യം ഇതാണ്, 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചത് ഇവർ +1 എത്തുമ്പോൾ ഉഴപ്പന്മാരായിട്ടോ അല്ലെങ്കിൽ മണ്ടന്മാരായിട്ടോ അതൊക്കെയാണ് സംഭവിക്കുന്നത്? അല്ല. അതിൻ്റെ കാരണം എന്താ, നമ്മൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടും അതുപോലെ നിങ്ങളുടെ വീക്കും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയകൾ മനസ്സിലായിട്ട് ഇതെങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരമായിട്ട് ഇതൊക്കെ പറഞ്ഞ് വേറെ ഒന്നിനല്ല, ഒറ്റ കാര്യം പറയാനാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ മക്കളെ വേറെ ഒന്നുമില്ല, നിങ്ങളുടെ 10ാം ക്ലാസ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് ഉണ്ട്, അല്ലേ? ആ ഒരു എഫേർട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ +1 നിങ്ങൾ പഠിക്കാൻ തയ്യാറാവും. അങ്ങനെ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു, ഇതുവരെയുള്ള നിങ്ങളുടെ 10ാം ക്ലാസ് വരെയുള്ള ലൈഫിൽ എഡ്യൂബോർഡിൻ്റെ സ്വാധീനം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ സ്വാധീനത്തിൻ്റെ ഒരു 2x എന്ന് പറയുമ്പോൾ അതിന് 2 ഇരട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ കിട്ടുന്ന ഇവിടെ എഡ്യൂബോർഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ഗ്യാരണ്ടി തരാൻ കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്ത് നമ്മുടെ എഡ്യൂബോർഡിൻ്റെ CUT അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് 2021 മുതൽ ഈ പറയുന്ന 2026 വരെയുള്ള ഒരു 5 വർഷമായിട്ട് ഇവിടെ ഉണ്ട് എഡ്യൂബോർഡ് ഈ പറയുന്ന മേഖലയിലുണ്ട്. ഇവിടെ കൊമേഴ്സിൻ്റെ മേഖലയിലും
ഹ്യൂമാനിറ്റീസിന് വേണ്ടത്. നിങ്ങൾക്ക് സംശയമുണ്ട് ഒരൊറ്റ കാര്യം ചെയ്തത്, നിങ്ങൾ ഈ പറയുന്ന ചാനലിലേക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ എഡ്യൂപോർട്ട് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന ചാനലുണ്ട്, അവിടെ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ എക്കണോമിക്സിൻ്റെ ലൈവുകൾ മാത്രം എടുത്ത് നോക്കുന്നത്, നിങ്ങൾ അവിടെ ലൈവ് കഴിഞ്ഞിടത്തൊക്കെ നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 100K അഥവാ 1,00,000-ലധികം ആൾക്കാർ കണ്ട് ഒരുപാട് ലൈവുകളും വീഡിയോകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് സ്ട്രോങ് ആയിട്ട് അവിടെ ഒരു ബേസ് ഉണ്ട്. ഈ പറഞ്ഞ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബേസ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും ചെറിയൊരു തെളിവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മക്കളോട് പറയാനുള്ള കാര്യത്തിലുള്ളൂ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ +1 നിങ്ങൾ 10ാം ക്ലാസ്സിൽ എടുത്തുന്ന അതേ എഫേർട്ട് തന്നെ എടുത്തുകൊണ്ട് നല്ലൊരു റിസൾട്ട് വാങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നല്ല മാർക്ക് വാങ്ങിയിട്ട് നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റുള്ളൂ? നിങ്ങളെ കൊണ്ട് മാത്രമേ. അപ്പോൾ ആ കരിയർ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ്, ഞാൻ പറഞ്ഞു നിങ്ങളോട് 23ാമത്തെ വയസ്സാകുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെറ്റിൽ ആകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ താഴെ കാണുന്ന നമ്പറിലും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങളും കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ +1 എന്താ എങ്ങനെയാണെന്നുള്ളൊരു കാര്യം ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, ഈ +1 എന്ന് പറയുന്നത് എന്താണ്, പുതിയൊരു ലോകം തന്നെയാണ്. ആ ലോകത്തേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇറ്റ്സ് മീ സെൽഫ് സബീൻ. വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ബൈ.